ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം. അപ്പോൾ അവിടെ നിന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോവലൊക്കെ കണ്ടോ, മഴയായി കഴിഞ്ഞതാണ് കോവലിൻ്റെയൊക്കെ ഒരു സിറ്റുവേഷനെ. കോവലെല്ലാം അങ്ങ് പോകും, പക്ഷെ പൊട്ടിക്കിളുക്കും കേട്ടോ. മൊത്തം നേരം ഇപ്പോൾ പൊട്ടിക്കിളുത്തൊക്കെ വരുന്നുണ്ട്. ഇന്ന് നല്ലൊരു വെയിലൊക്കെയാണ്. നമ്മുടെ നിത്യവഴുതിനെയൊക്കെ എന്നായി നോക്കട്ടെ. നിത്യവഴുതിനെ കഴിഞ്ഞ ദിവസം ഒരു പൂ ഇട്ടേക്കുന്ന ഞാൻ കണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല, കാ പിടിച്ചില്ലെന്ന് തോന്നുന്നു. നിത്യവഴുതിനെയും ഇടയ്ക്കൊക്കെ വാടി പോയിട്ടുണ്ട് കേട്ടോ. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല, ചൂട്ടീനെ അങ്ങ് മഴയായപ്പോഴത്തേക്ക് അങ്ങ് അഴുകിപ്പോയതായിരിക്കും. പയറും എല്ലാം നിൽക്കുന്നുണ്ട്, വളരിപ്പയറിൻ്റെ ഇല എല്ലാം അങ്ങ് അഴുകി നിൽക്കുന്നു. ഇതിലൊക്കെ നീറില്ലേ? ഉണ്ട്, നീറുണ്ട്. മഴയായി കഴിഞ്ഞാൽ പച്ചക്കറി പോവും, പിന്നെ നമ്മൾ പച്ചക്കറിയുടെ പുറകെ കിടന്നിട്ട് കാര്യമില്ല. പച്ചമുളകിന് ഭയങ്കര വിലയാന്ന് പറയുന്നത് കേട്ടോ കേട്ടോ. നമ്മുടെ പച്ചമുളക് ഏതാണ്ട് ഇഷ്ടം പോലെ പറിക്കാൻ നിൽക്കുന്നു. ഈ വഴുതന ഇത്രയും വളർന്നു പൊങ്ങി, പക്ഷേ ഉണ്ടല്ലോ, വഴുതന കാ പിടിച്ചില്ല, പൂ വന്നിച്ചങ്ങ് പോയതുള്ളൂ. പയർ പറിച്ചോ? ചേട്ടനോടൊപ്പം ഉണ്ടേ, ചേട്ടനോട് ഇനി വർത്താനൊക്കെ പറഞ്ഞ് ഷർട്ട് ഇട്ടിട്ടില്ല, അതാണ് ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാത്തത്. നമ്മുടെ പയറിൽ 2-3 ദിവസമായിക്കൊണ്ട് പറിക്കാതെ വെക്കുന്ന ചീമച്ചക്കയൊക്കെ വിളഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു, പറിക്കാറൊക്കെ ആകുന്നു. ഓരോണ്ടവേ വിളഞ്ഞിട്ടുള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം ഈ കിടക്കുന്ന വിളഞ്ഞല്ലേ വാസേട്ടാ. ഇതെൻ്റെ ഈ കിടക്കുക, ഇതൊക്കെ ആദ്യം ഉണ്ടായതാണല്ലോ. അതിൻ്റെ മുള്ള് പരന്നായിരിക്കുന്നത്. അത് പക്ഷെ നല്ലപോലെ വിളഞ്ഞു കേട്ടോ. അങ്ങ് കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ അവിടെ വലിയ ഒരെണ്ണം കിടപ്പുണ്ട്. അത് ഇതുണ്ട്, ഇത് ഈ കിടക്കുന്ന ഇവിടെ കിടക്കുന്നതൊക്കെ ആദ്യം ഉണ്ടായത്. വെയിലങ്ങോട്ട് ആകുമ്പോഴത്തേക്ക് അങ്ങ് ആവി പെട്ടെന്ന് തുടങ്ങുന്നത്. പയർ കുറച്ച് പറിച്ച് കേട്ടോ. അതേണ്ടേ, പയറൊക്കെ അത്യാവശ്യം കുറച്ച് പറിച്ച് അവിടുന്ന് ഇവിടുന്ന് കിട്ടി. ഇതിനകത്തെ കാടൊക്കെ ഇനി പറിച്ച് കളഞ്ഞ് വളമൊക്കെ ഉണ്ടാവും. അതിനൊക്കെ വലിയൊരു സന്തോഷം എന്താണെന്നറിയാം, എൻ്റെ പാഷൻ പുട്ടയിൽ കായ ഉണ്ടായി തുടങ്ങി കണ്ടോ. ഞാൻ ഇന്നാളൊരു പാഷൻ പുട്ട് നട്ട് നിറച്ചും കായ ഉണ്ടായി കേട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പോൾ മൊത്തം പൊഴിഞ്ഞു, പിന്നെ അതെല്ലാം മുറിച്ച് കളയായിരുന്നു. ഇതതുപോലെ ആകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പാഷൻ പൂട്ടിൻ്റെ ഇതും കയറ്റി വിട്ടേന്ന് വെച്ചാൽ ഇവിടെ ഈ വണ്ടി കിടക്കുന്നിടത്തോട്ട് വെയിലായി കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തണൽ വരാമെങ്കിൽ ആ വെയിൽ കുറഞ്ഞിരിക്കും. ഇതേലും നീറൊക്കെ ആയി കേട്ടോ. നീറിനെ കാണുമ്പോൾ എന്നാന്ന് അറിയത്തില്ല, ഒരു സന്തോഷമാണ്. പച്ചക്കറി പകുതി രക്ഷപ്പെട്ടല്ലോ എന്നൊരു തോന്നല. ഇനി പറിക്കാനില്ലല്ലോ പയറ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുറേ പറിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് താമസിച്ചാട്ടോ അടുക്കളയിലെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. പണിയും കാര്യങ്ങളും തെളിച്ചാൽ രാവിലത്തെ കാപ്പിടിയെല്ലാം കഴിഞ്ഞു, ഉച്ചക്കത്തേക്കുള്ളതൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ജോമ ഇഞ്ചിയൊക്കെ എന്തെന്ന് ചോദിച്ചില്ല, വേണ്ട നിൽക്കുന്ന എൻ്റെ ഇഞ്ചിയൊക്കെ കണ്ടോ. ഇഞ്ചിയൊക്കെ വളർന്നിട്ട് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഇന്നലെ നേരത്തെ ആയിരുന്നു കേട്ടോ മഴ, ഇന്നിപ്പം മഴ താമസിച്ചാന്ന് തോന്നുന്നു. മഴക്കാരൊക്കെ കയറുന്നുണ്ട്. ഞാനും അവിടെ TV കണ്ടുകൊണ്ടിരുന്നേ. ചില സമയത്ത് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടോണ്ടിരുന്ന അവിടെ ഇരിക്കും, മറന്നു പോകും കേട്ടോ. ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ജോലി ചെയ്യുന്നതിന് മറന്നു പോയതല്ല, ഞാൻ അവിടെ കണ്ടെങ്കിൽ ഇരുന്നു. ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരുമല്ലേ, നമുക്ക് പാർട്ടിയൊന്നും ഇല്ല, എന്നാലും ചുമ്മാ കണ്ടിരിക്കാനൊരു സുഖം. ആര് കഴിച്ചാലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ചോറും കറിയും വെച്ച് നമുക്ക് കഴിക്കാം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തോട് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. ചുമ്മാ അത് കണ്ടോണ്ട് അവിടെ ഇരുന്നു. ചേട്ടനുണ്ടായിരുന്നു, അപ്പോൾ ചേട്ടനായിട്ട് വർത്താനം പറഞ്ഞ് അവിടെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ അടുക്കോട്ട് കയറിയിട്ട് പിന്നെ ഞാൻ അവിടെ അരിയാനുള്ളതൊക്കെ അങ്ങ് അരിഞ്ഞ് തീർത്ത് കേട്ടോ. അതുകൊണ്ട് തന്നെ മുരിങ്ങയ്ക്ക തീയിൽ വെക്കാനായിട്ടാണ് മുരിങ്ങയ്ക്കായും ഉള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ച്. ഇത് നമുക്ക് ബീട്രൂട്ട് മെഴുക്കുവരട്ടി വെക്കാൻ. അപ്പോൾ ഈ എണ്ണ രാവിലെ ചപ്പാത്തിക്ക് എടുത്തതിന് ഇന്ന് എണ്ണ ഒഴിച്ചാണ് ചപ്പാത്തി ഉണ്ടാക്കിയത്. മാവ് പഴിച്ചല്ല കേട്ടോ, ചുട്ടെടുത്തപ്പോൾ. അപ്പം അങ്ങനെ എടുത്തപ്പോഴത്തേക്ക് ആ എണ്ണ പാത്രത്തിൽ മിച്ചം വന്നു. അപ്പോൾ അത് ഇതിനകത്ത് കേൾക്കാൻ വിചാരിച്ചു. ഇത് ബീട്രൂട്ട് മെഴുക്കുവരട്ടിക്കാണ്. തീയിലും വെച്ച് പിന്നെ ഇനി മീനുണ്ട്, മീൻ വറക്കാനായിട്ട് അത് വെട്ടാനായിട്ട് വെള്ളത്തിൽ ഇട്ടേക്കുന്നതാണ്. അയലക്കൊഴുവായ ഇതിനകത്തേക്ക് ഇനി ഉപ്പും ചേർത്ത് ഇത് വേകുമ്പോഴത്തേക്ക് ഞാൻ തീയെന്നുള്ളത് അരച്ചുകൊണ്ട് വരട്ടെ.
വഴറ്റിയിട്ട് ഞാനത് പച്ചമുളകും സവോളയും കൂടെ ചേർത്തിട്ടാണ് അവിടെ നിന്ന് വാടിയിട്ട്. അപ്പൊ ഇന്നലെ ചേച്ചീസിന്റെ വീഡിയോ ഒക്കെ കണ്ടോ, എന്നാ രസമാണ്. ആറിന്റെ തീരത്തൊക്കെ കിടന്നുള്ള ചാട്ടവും വെള്ളമൊക്കെ കണ്ട കൊതിയാകും. നമുക്കൊക്കെ അതിനുള്ള യോഗം ഒന്നും ഇവിടെ ആറുണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് പേടിയാണ് ഈ പോകാനായിട്ട്. ആറ്റി നേരത്തെയൊക്കെ പോയിരുന്നു, ഇപ്പൊ പോകാൻ പേടി. പിള്ളേരുണ്ടല്ലോ, ആറ്റിലിറങ്ങിയാൽ അങ്ങോട്ട് അധികം നീങ്ങി പോകല്ലേന്ന് പറഞ്ഞാൽ കേൾക്കണം. പ്രത്യേകിച്ച് കണ്ണൻ, അവൻ അവിടെ കിടന്ന് അങ്ങേയറ്റം വരെ പോകാൻ പറ്റിയപ്പോൾ എനിക്കത് കാണുമ്പോൾ പേടിയാണ്. അതുകൊണ്ട് ഞാൻ കണ്ണനെ അച്ഛനെയും കൊണ്ട് ഇപ്പം അങ്ങനെ പോകത്തില്ല. അപ്പം ഇതെല്ലാം ഒന്ന് ഇത് തിളയ്ക്കാറായി. അപ്പം അതവിടെ നിന്ന് വേട്ടെ, ഇതിവിടെ നിന്ന് വാടട്ടെ. ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി ഇനി അരച്ചുകൊണ്ടൊക്കെ വരട്ടെ, വറക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ. മുരിങ്ങയ്ക്കറിക്കുള്ള കറി എടുക്കാം, തീയലിനുള്ളതെല്ലാം അരച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പം ഞാൻ തേങ്ങയും ഉള്ളിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്താണ് വറുത്തത്. വെള്ളം എടുക്കണേ. വെളുത്തുള്ളിക്കകത്ത് ഞാൻ സവോളയൊക്കെ ചേർത്തായിരുന്നേ. സവോളയൊക്കെ ചേർത്തായിരുന്നു. എന്നിട്ട് ഇനി മെഴുക്കുവരട്ടിയൊക്കെ സെറ്റായി. ഇനി അതിലേക്ക് ഇച്ചിരി വെള്ളം കൂടെ വേണം തീരുന്നത്. നല്ലപോലെ തിളക്കട്ടെ. അതിനകത്ത് ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി. മീൻ വറക്കാനായിട്ട് ഇട്ടു. ഈ ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി ഇച്ചിരി കുരുമുളക് പൊടി ചേർത്ത് വെക്കണം, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യും. ഇത്തിരി നേരെ ഇട്ട് കുരുമുളക് ഇട്ട് കരിച്ച് ഒന്ന് എടുക്കണ്ട, ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി. ചെറുത്തൊക്കെ പോകും. ഭയങ്കര മഴമൂടല, അതിനനുസരിച്ച് ചൂടും. പെയ്യാൻ തുടങ്ങിയപ്പോൾ അത് വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് നിന്നു. ഇനി കൂടെ വറുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഉള്ളിൽ നോക്കി തിന്നാനായിട്ട്. പിള്ളേരൊന്നുമില്ല, പിള്ളേരൊക്കെ ഇനി വൈകിട്ട് വന്നേ ഉള്ളൂ. എന്നൊക്കെ അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി ശരിയായി. പിന്നെ തീയലും കൂടെ, തീയലൊന്ന് ഉപ്പ് വയ്ക്കട്ടെ. ഇവിടെ കണ്ണനും ചേട്ടർക്ക് മുരിങ്ങയ്ക്ക തീര് ഭയങ്കര ഇഷ്ടമാണ്. ഈ മുരിങ്ങയ്ക്ക തീരിൻ്റെ ദോശയുടെ കൂടെയും ഭയങ്കര ഇഷ്ടം. അപ്പം ഞാനൊക്കെ നാളെ രാവിലെ ദോശ രാവിലെ ദോശ ഒക്കെ നേരിട്ട് രാവിലെ അതിന് ചമ്മന്തി അരയ്ക്കണ്ട, തീര് കൂട്ടി കഴിച്ചോളൂ. ഇത് നല്ല വെള്ളം തെളിയോ എല്ലാം ചെയ്ത് ചോറ് കുക്കറി ഇരിക്കുന്നതേ ഉള്ളൂ. അതെടുത്ത് അരിപ്പഴം ഇച്ചിരി തിളച്ചാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം എടുക്കാം. മെഴുക്കുവരട്ടിയൊക്കെ മാറ്റട്ടെ. ഈ കുക്കറിന്റെ ശരിക്കുള്ള കലം ഇതാണ്. ഞാൻ എപ്പോഴും കൊച്ചു കലത്തിലാണ് വെക്കുന്നത്. ഞാൻ ഇന്ന് ഇതിനകത്ത് വെച്ചതെന്ന് വെച്ചാൽ ചോറിച്ചിട്ട് കൂടുതൽ വെക്കാമെങ്കിൽ നാളെ രാവിലെ പിള്ളേർക്കാണെങ്കിൽ ചോറ് കൊടുത്തുവിടാമല്ലോ എന്ന് ഓർത്തു.
തവി എടുത്തോണ്ട് വരട്ടെ, കലത്തൊന്ന് ഇളക്കണം. അപ്പൊ നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ ഇപ്പൊ കാണാനുണ്ട് കേട്ടോ. എല്ലാവരും എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ഒത്തിരി പേര്, നമ്മുടെ ലിജോ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ലിജോയെ ഇപ്പൊ കണ്ടിട്ട് കുറേ ദിവസമായിരുന്നു കേട്ടോ. പിന്നെ പിന്നെ ആരായിരുന്നു, ഒത്തിരി പേര്, ശിവാനിയൊന്നും കാണാനേ ഇല്ല. ഗീത ചേച്ചി പിന്നെ ഇടയ്ക്ക് വന്ന് നമ്മളെ പറഞ്ഞു, ചേച്ചിക്ക് ഇങ്ങനെ ഹെൽത്തിന് പ്രശ്നമാണ്, അതുകൊണ്ടാണ് ചേച്ചി വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, കമൻ്റൊക്കെ ഇടുന്നത് തന്നെ ഉള്ളൂ. അതൊക്കെ കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി കേട്ടോ. നമ്മൾ അങ്ങനെ കമന്റ് ഇട്ടില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ഒന്ന് ഇങ്ങനെ കാണുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. എല്ലാവർക്കും ഓരോരോ എന്തെങ്കിലുമൊക്കെ എനിക്ക് അങ്ങനെ കേട്ടോ. വയ്യാഴിയൊക്കെ വന്നാലേ എന്നെ കൊണ്ട് പിന്നെ വീഡിയോ കാണാനോ ഒന്നും പറ്റത്തില്ല. വീഡിയോ എടുക്കൽ പോലും ഒരു തരത്തിൽ അങ്ങ് എടുത്ത് പോകുന്നേ ഉള്ളൂ. പിന്നെ ശിവാനി, ബിജി ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്, പക്ഷെ ബിജിയെ കാണുന്നേ ഇല്ല. പിന്നെ ശ്രീലത മനോജും ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ നിന്നൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. ഇനി സ്കൂള് തുറന്നതിന്റെ തിരക്കൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. നമുക്കറിയാവുന്നല്ലേ, ഒരു വീട്ടിലെ തിരക്കും ജോലിയും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഇതാണ്. അതുകൊണ്ടായിരിക്കുന്നു കരുതുന്നു. പിന്നെ ഞാൻ ഈ ചോറൊന്ന് ഊറ്റട്ടെ. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ കാണുക കേട്ടോ. വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടേച്ച് നിങ്ങൾ പോകരുത്. ആദ്യമായിട്ട് കാണുന്നവർ ചിലർ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നത്. അങ്ങനെയുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ കാണുമ്പോൾ മുഴുവനും കാണാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾക്ക് എന്നാ തിരക്കുണ്ടല്ലോ, തിരക്കെല്ലാം കഴിഞ്ഞ് വന്ന് കണ്ടാൽ മതി. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം ഇതാണ്. ചിലരുണ്ട് ഫസ്റ്റിലെ കണ്ടെന്നുള്ള ഇത് പറയാൻ വേണ്ടി വരും, പക്ഷെ വന്നേച്ചവരത് കാണത്തില്ല. കാണാതെ ലൈക്ക് വിട്ടേച്ചവരങ്ങ് പോകും, ഒന്ന് നോക്കിച്ച്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്താണ് എൻ്റെ ചാനൽ ഇത്രയും പ്രശ്നമായത്. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാവോ എന്ന് ചോദിച്ചു വരുന്നവരെ ഞാനിപ്പോൾ ശ്രദ്ധിക്കാറേ ഇല്ല. അഹങ്കാരം കൊണ്ടല്ല കേട്ടോ. എനിക്കിട്ട് നല്ലപോലെ പണി കിട്ടിയേക്കുവാണ്. ഈ വരുന്നവരാരും ആത്മാർത്ഥമായിട്ടല്ലെന്നേ വരുന്നത്. ഞാൻ എന്നെ ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരുണ്ട്, അവരെ തന്നെയാണ് ഞാനിപ്പോഴും തിരിച്ച് സപ്പോർട്ട് ചെയ്ത് അവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു വന്നിച്ച് കാണിക്കുന്ന പരിപാടി എന്നാന്ന് ചോദിച്ചാൽ, അവർക്കൊരു സബ്സ്ക്രൈബേഴ്സിനെ മാത്രം മതി. നമ്മുടെ വീഡിയോ ഒരു ജസ്റ്റ് ഒന്ന് നോക്കിച്ചാൽ, ഒരു കമന്റ് ഇട്ടിച്ചാൽ നമുക്ക് ആ വീഡിയോ ഇടുമ്പോൾ നമുക്കറിയാം. ഇത് പറയുമ്പോൾ എല്ലാവരും എന്നാന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്യുന്നവരെന്നു വെച്ചാൽ വീഡിയോ കുറേ സമയം കഴിഞ്ഞേച്ച് അവർ വേണേൽ കമന്റ് ഇട്ടിച്ച് പോകായിരിക്കും. എന്നെ ആണെങ്കിലും കലനാൾ ഇടുന്നവർ പിടിക്കപ്പെടുമെന്ന് പറയുന്നത്. അവിടെ കള്ളത്തരം കാണിക്കുന്നത് കാണിച്ചോട്ടെ. ദൈവത്തെ ഓർത്ത് എൻ്റെ അടുത്ത് വന്ന് ആരും അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. എനിക്കുള്ള വ്യൂ മതി. ഞാൻ എല്ലാവരും പറയുന്നത്, കാണുന്നവർ മാത്രം കാണട്ടെ. നമ്മളെ പറ്റിക്കാൻ വേണ്ടി, എനിക്ക് പറ്റിക്കുന്നതോളം ദേഷ്യം വേറെ ഒന്നുമില്ല കേട്ടോ എൻ്റെ ജീവിതത്തിൽ. എന്നെ പറ്റിച്ചാണല്ലോ എനിക്ക് പിന്നെ ഭയങ്കര പിണക്കമായിരിക്കും അവരോട്. എന്നെ എടുത്ത് തല്ലി എനിക്ക് ഇത്ര സങ്കടമില്ല. തല്ലിയാൽ ഞാൻ നിന്ന് കുഴയെ കൊള്ളാം, എനിക്ക് ഒരു തിരിച്ചു പോലും തല്ലാതെ കൊള്ളാം, എനിക്കൊരു സങ്കടമില്ല. പക്ഷേ എന്നെ പറ്റിക്കുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ദേഷ്യമാണ് പിന്നെ അവരോട്. പിന്നെ എനിക്ക് അവരോട് മിണ്ടാൻ പോലും തോന്നത്തില്ല. അങ്ങനെ വന്നേക്കുന്നുണ്ടല്ലോ. ഇപ്പം നല്ല ആര് വന്നാലും ഞാൻ അനങ്ങാൻ പോകത്തില്ല. സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ നാളെ വരാൻ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പോകണ്ട്. ഞാൻ ആ കമന്റ് നോക്കിയിട്ട് പോകാറുണ്ട്, ഞാൻ ഒന്നും പറയാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. നമ്മുടെ വീഡിയോക്ക് അവർക്ക് തിരിച്ചൊരു സപ്പോർട്ടിന് വേണ്ടി മാത്രം, സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി മാത്രം വരുന്നതാണ്. പിന്നെ അവർ നമ്മളെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതും ഭയങ്കര, എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കൊരു പണി കിട്ടി കഴിയുമ്പോഴത്തേക്കും കണ്ടതിലേക്ക് ഭയങ്കര സങ്കടം വന്നത്. ഞാൻ അവരെയൊക്കെ ഉണ്ടല്ലോ നല്ല ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നപ്പോഴത്തേക്ക് അവർ തിരിച്ച് എൻ്റെ അടുത്തോട്ട് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പോഴും ഉണ്ട് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. ചുമ്മാ നമ്മളെ ഒന്ന് കണ്ടു എന്നറിയിക്കാൻ വേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും പിന്നെ എനിക്കറിയുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത്. വലിയ ആനകുതിരൊന്നും എൻ്റെ ചാനലിനകത്തില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്നെ ചോദിച്ചാൽ എല്ലാ സ്ത്രീകളെയും പോലെ എനിക്കൊരു വരുമാനം വേണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഇങ്ങനെ പോകുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുക. തിരക്കെല്ലാം കഴിഞ്ഞ് മതി, നിങ്ങളുടെ സകല തിരക്കും കഴിഞ്ഞ് മതി, എല്ലാ ജോലിയും കഴിഞ്ഞ് മതി. നിങ്ങൾ വന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാണുന്നവർ കാണുക. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? എനിക്ക് തിരക്കാണെങ്കിൽ ഞാൻ ആരുടെ വീഡിയോ ഞാൻ നോക്കാൻ പോകത്തിൻ്റെ കാര്യം വെച്ചാൽ ഞാനത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് പിന്നെ ബാക്കടിച്ച് പോകുന്നത് ചെയ്യില്ല. എനിക്ക് കാണാൻ സമയം കിട്ടുമ്പോൾ ഇരുന്ന് സ്വസ്ഥമായിട്ട്, ഞാൻ കമന്റ് ഇട്ടില്ലേ പോലും സ്വസ്ഥമായിട്ടിരുന്ന വീഡിയോ കണ്ടിട്ടേ ഞാനത് ഓണാക്കി അത് ഫുള്ള് തീർന്നതിന് ശേഷം ഞാൻ എൻ്റെ ഫോണ് അത് അടുത്ത കാര്യത്തിലേക്ക് ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പം സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ ചോറൊന്ന് ഊറ്റിയിട്ട് വരട്ടെ. ചോറൊക്കെ ഊറ്റി
കറിവേപ്പില ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കാര്യം ഇപ്പം മറന്നു പോകും കേട്ടോ. നമ്മളിത് ഉപയോഗിക്കാതിരുന്നുണ്ടല്ലോ, ഇപ്പം കറിവേപ്പിലയുടെ കാര്യം മറന്നു പോകും. അപ്പോൾ ഈ തീയലിനകത്തൊക്കെ ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇടുമ്പോഴാട്ടോ ടേസ്റ്റ് കൂടുതൽ. ഞാനിങ്ങനെ കറിയെല്ലാം തിളച്ചെല്ലാം കഴിഞ്ഞാണ് ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ കടുക് വറുത്താണെങ്കിൽ ഇതൊന്നും എടുത്തില്ല. ഈ തീയലിന് ഞാൻ കടുക് വറക്കാറുമില്ല. ഇതൊരു ഒഴിച്ചുകറി പോലത്തെ തീയലാണ്. നമ്മുടെ തീയൽ സെറ്റായി. ഇനിയിപ്പം ഞാൻ ചോറ് കൊടുക്കട്ടെ. ഞാനും ചേട്ടനും കൂടെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പം മറക്കണ്ട, ഞാൻ പറഞ്ഞ കാര്യമൊന്നും ആരും മറന്നേക്കല്ലേ കേട്ടോ. നീ എല്ലാവരും ഒന്ന് നല്ല രീതിക്കൊക്കെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുന്നേ. നമ്മളും ഒന്ന് കയറിയൊക്കെ പോട്ടെ. അപ്പം നിങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം. വീവ് എനിക്കറിയാമല്ലോ, വീവ് ഇങ്ങനെ കീഴോട്ട് പോകും. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ശരിയാകുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ അന്നേരം നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ആൾക്കാരൊക്കെ കാണുന്നതാണ്. അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ആർക്കും പിണക്കം വരണ്ട. ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചാൽ എനിക്കങ്ങ് വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് ചുമ്മാ നമുക്കിട്ട് പണി വന്നിട്ട് പോകുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ. കണ്ണൻ ഇന്നലെ SPCയുടെ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് കണ്ണന് കളർ ഡ്രസ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയില്ലെന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇന്ന് കളറാണ് ഇട്ടുകൊണ്ട് പോയത്. ഇത് കണ്ണൻ്റെ പുതിയ യൂണിഫോമാണ്. ഷർട്ടൊന്ന് കാണിച്ചടാ. ഷർട്ടൊന്ന് കാണിച്ചേ. ഏത്? ഓ, ഇട്ട് നോക്കത്തില്ല. എനിക്ക് വണ്ണമില്ലല്ലോ, അതുകൊണ്ട് വലുതൊന്നുമല്ല. കുഴപ്പമില്ല. ഇന്ന് എന്നൊക്കെ പഠിപ്പിച്ചടാ? ക്ലാസ് തുടങ്ങിയോ? പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയോ? സുനിൽ സാർ പഠിപ്പിക്കുന്നുണ്ടോ? അയ്യടാ മനമേ, സാറിന് ഇംഗ്ലീഷ് ആയിരിക്കും. പിന്നെ നല്ലപോലെ പഠിപ്പിക്കുന്നത്. പഠിക്കാത്തവരെ അടിച്ച് പഠിപ്പിക്കുന്നു. അങ്ങനത്തെ സാറുമാർ വേണം നിന്നെയൊക്കെ പഠിപ്പിക്കാൻ. ആ, ചോദിക്കണം. ചോദിച്ചാലേ നിനക്കൊക്കെ ഒരു പേര്. നല്ലപോലെ പഠിപ്പിക്കും സാറ്, നല്ല ഇതായിട്ട് പഠിപ്പിക്കുന്ന. എനിക്കൊന്ന് അച്ചുവിനെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ട്, സാറ് പഠിപ്പിച്ചിട്ടുണ്ട് അച്ചുവിനെ. ആ, പറഞ്ഞോ. അതുമല്ല, നമ്പരും ആയിരിക്കടേ. നിന്റെ നമ്പരാ സായന്ത് എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ. അതോ പാൻറ്റയിലും കാണൂല. അപ്പം അതുപോലെ തന്നെ ഒരു ലേബിള്. ആ, അത് നമ്പരാടാ പൊട്ട, അല്ലാതെ അത്രയൊന്നും അല്ല. പാൻറ്റിൻ്റെ കളറിന് ഒരുമാതിരി ചാര കളർ പോലത്തെയാണ്. പക്ഷെ അച്ഛൻ്റെ ഒക്കെ യൂണിഫോം നല്ല രസമാണ്. ഗേൾസിൻ്റെ നല്ല രസമാണ്. വിശക്കുന്നുണ്ടോ എനിക്ക്? ചോറ് തരട്ടെ? ഞാൻ 4 മണിക്കൊന്നും ഉണ്ടാക്കിയില്ല ഇതുവരെ. ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിച്ചില്ല. അരിയുണ്ട ഉണ്ടാക്കാം കേട്ടോ. ആ, എന്നാ ഉണ്ടാക്കാം. ചോറ് വേണോ? ചോറ് വേണമെങ്കിൽ കഴിച്ചാൽ നീ എന്നാ ഉണ്ടാക്കാം. ആടാടാ, കറക്റ്റാ. അല്ല, നീ ഒന്ന് ഇട്ട് നോക്ക്. ഇട്ടോണ്ടോ? അവിടെ വെച്ച് ഇട്ട് നോക്കിയിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയത്തില്ലായിരുന്നോടാ. എല്ലാവരും ഇട്ട് നോക്കി, നീ ഇട്ട് നോക്കിയില്ല അല്ലേ? ഞങ്ങളുടെ റൂമിലോട്ട് കയറി ഒന്ന് മാറിയിട്ട് വന്നു. ഡ്രസ് എടുത്തിട്ട് നോക്ക്. ഇത് നിന്റെ ടീഷർട്ടാണോടാ? അല്ല, യാർത്തിനി അച്ഛൻ്റെ ആണോ? എന്തിയാ അവിടെ നീങ്ങുന്നേടാ? ഭയങ്കര നീളം തോന്നുന്നു എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടപ്പോഴത്തേക്ക്. ആ, ഇങ്ങനെ വരയായതുകൊണ്ട് ഷർട്ടിന് അങ്ങനത്തെ. നീങ്ങുന്നേ, നോക്കട്ടെ, അങ്ങോട്ട് നീങ്ങുന്നേ. ബെൽറ്റ് ഇടണോ? ഇത് ഇഞ്ചിതിൽ ഇടേണ്ടത്. നാളെ ഇതാണോ? എടാ, അങ്ങോട്ട് നീങ്ങുന്നേടേ, ഞാനൊന്ന് കാണട്ടെടേ. പോരാ, നീ വേറെ ആരെയോ പോലെ എനിക്ക് തോന്നുന്നത്. എൻ്റെ മകനാണോ വല്ലവരുടെ മകനാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. കൊച്ചു മാറിപ്പോയി. മകളെ, വന്ന് കുളിച്ചൊന്നും ഇല്ലല്ലോ. കുളിക്കാതെ വന്നതേ ഫുഡ് അടിക്കുവാണോ? ഇത് കണ്ടോ?
ഇന്നത്തെ മീൻ വറുത്തമുണ്ട്. പിന്നെ ഇത് ഇന്നലത്തെ പരിപ്പേറി കേട്ടോ, അതാ അവർക്ക് ഇഷ്ടം. പിന്നെ ഇത് കണ്ടോ, ഇഞ്ചിക്കറി. ഇനി ഇത്രയേ ഉള്ളൂ, ഞാൻ അത്രയും വെച്ചതിൽ ഇത്രയേ ഉള്ളൂ, ബാക്കി മുഴുവൻ തീർന്നു. ഭയങ്കര എന്നത് ഇഞ്ചിക്കറിയോ? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും നല്ല ടേസ്റ്റ് കഴിച്ചു. അല്ലെങ്കിൽ ഞാൻ എന്നെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്. ഞാൻ ഇച്ചിരി പപ്പടം തിന്നട്ടെ. എന്നാന്നറിയത്തില്ല, സ്വയം പുകഴ്ത്തുന്ന എനിക്കൊരു സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ വല്ലതും ഉണ്ടാക്കണമെങ്കിൽ അടുക്കള എൻ്റെ കൂടെ ഒന്ന് പഠിക്കണം. അത് രണ്ടൊന്ന് പാത്രം കഴുകിയിട്ട് പച്ചക്കറി അരിഞ്ഞിട്ടോ കാര്യമില്ല കേട്ടോ. ഞാൻ പോയി അരി പൊടിക്കട്ടെ. അമ്മയുടെ ഓഹോ, പിന്നെ ഞാൻ ഇത്ര നാളെ എൻ്റെ കാലുകൊണ്ടായിരുന്നു ഉണ്ടാക്കി തന്നോണ്ടിരുന്നത്. അത് ശരിയാ, മനസ്സും നല്ലതായിരിക്കണം. മനസ്സ് നല്ലതായാലേ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നല്ലതാകത്തുള്ളൂ. എൻ്റെ നിഷ്കളങ്കമായ മനസ്സാണ്, അതാണ്. അരി വറുത്ത് പൊടിച്ചേ, ഈ കളറല്ല കേട്ടോ, ഇതിന് നല്ല ഇച്ചിരി ഡാർക്ക്, അതടി ഈ ഒരു കളറാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് തേങ്ങായ, ഏലക്ക, ശർക്കര എല്ലാം കൂടി ഇട്ട് ഞാൻ അരി വറുത്തേച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താണ്. നമ്മുടെ അരിയുണ്ട മാതിരി ഇനി ചെറുതായിട്ട് ഉരുട്ടിയെടുക്കും. ഇങ്ങനെ ഉരുട്ടിയെടുത്ത് എൻ്റെ പുത്രൻ അവിടെ നോക്കിയിരിക്കുക, ബനിയൻ ഇട്ടിട്ടില്ല. അതെല്ലാം പിന്നെ വീഡിയോ എടുത്ത് അവന് ദേഷ്യം വരും. എല്ലാം വലിയ ദേഷ്യക്കാരാ, ഞാൻ മാത്രം പാവം. ഇങ്ങനെ ഉരുട്ടി വെക്കാം കണ്ടോ, വെക്കുന്ന ഉടനെ വന്ന് എടുത്തോണ്ട് പോകുന്ന കണ്ടോ. നീ എടുക്കണം, ഞാനവിടെ വെച്ചു. അത് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡല്ല, എന്നാന്ന് എനിക്കറിയാൻ പറ്റില്ല. നല്ല ടേസ്റ്റാണ്. തല മേളി ഇടിക്കുവോ ഇല്ലയോ, ഭിത്തി പൊളിച്ച് മേളി പോവായിരിക്കും. ഒന്ന് പിടിച്ച് താഴെ നിർത്തിയേക്കണേ. ആ അതെ, എന്നാ പിന്നെ കൊണ്ടുവരുന്ന സാധനം നല്ല തേങ്ങ എല്ലാം ആണല്ലോ കൊണ്ടുവരുന്ന സാധനം. ഇനി എല്ലാം അവിടെ സെപ്പറേറ്റ് വെക്കാം. മോള് കുറേശ്ശെ ഓരോന്നൊന്ന് കടിച്ച് തന്നാൽ മതി. നല്ല സാധനങ്ങളല്ലേ. തൊണ്ടയ്ക്ക് എന്നാ ബുദ്ധിമുട്ടാണ് എനിക്ക്. അച്ഛൻ വന്നു. ആ മോൻ ഇച്ചിരി കടുങ്കാപ്പി എടുക്കടി, അച്ഛൻ വന്നു. അച്ഛനോട് കൊടുക്കാൻ നേരം. എനിക്ക് കടുങ്കാപ്പി വേണ്ട, കാപ്പിയൊന്നും കുടിക്കാൻ തോന്നുന്നില്ല. അവനും അച്ഛനും എടുക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെല്ലാം എടുക്കട്ടെ. അച്ഛൻ വന്നത് തന്നെ ബാബുച്ചേട്ടനെ കേട്ടോ ഞാൻ അച്ഛനെന്ന് ഉദ്ദേശിച്ചത്. പിള്ളേർ അച്ഛന്നല്ലേ വിളിക്കുന്നേ, അതുകൊണ്ട് ഞാൻ അച്ഛന്നൊക്കെ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഉരുട്ടിയെല്ലാം എടുത്ത് കൊടുത്ത് കടുങ്കാപ്പിയെ കുടിക്കട്ടെ. 4 മണിക്കത്തെ കടുങ്കാപ്പിയെ കുടിക്കട്ടെ. ആണോ, അച്ഛനും കൊണ്ടുവന്നോ? അന്നൊരു കാര്യം ചെയ്യാം, ഇതെടുത്ത് അരിയുണ്ടയല്ലേ ഉരുട്ടി എടുത്ത് വെക്കാൻ പാത്രം നാളത്തേക്ക് എടുക്കാം. ഇത്രയും നേരം ഞാൻ എടുക്കാതിരിക്കുക. നല്ല ചൂടടി, നല്ല ചൂട് പരിപ്പുവട, ഉള്ളിവട, ഉഴുന്നുവട, ബോണ്ട എല്ലാം ഉണ്ട്. ഇതിങ്ങനെ അരിയുണ്ട മാതിരി ഉരുട്ടി വെക്കാം. അന്നേരത്തേക്കേ അല്ലെ പിന്നെ കിട്ടാൻ നോക്കുമ്പോഴത്തേക്ക് പൊടി ശരിക്കണം. ഇത് കഴിക്കണ കണ്ണ, അവൻ്റെ യൂണിഫോം കിട്ടി എൻ്റെ. ഇപ്പം ഞങ്ങൾ ഇത് കഴിക്കട്ടെ, ഇത് നാളത്തേക്ക് എടുക്കാം. അപ്പോൾ ഇന്നും ദീപാച്ചിയും ചക്കിയും നന്ദനും ഒക്കെ വന്നായിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ ഇവരുടെ വീഡിയോസൊക്കെ ഒരുപാട് പിള്ളേരൊക്കെ ഇങ്ങോട്ട് ഒത്തിരി എടുത്തുകൊണ്ടാന്ന് തോന്നുന്നു. ഇന്നലെ എൻ്റെ കമൻറ്റ് ബോക്സ് ഓഫായിരുന്നു കേട്ടോ. അത് യൂട്യൂബ് തന്നെ ഓഫാക്കിയതാണ്, ഞാനൊന്നും ചെയ്തതല്ല. അപ്പോൾ അജിത ചേച്ചിയും ജയചേച്ചിയൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു, കമൻറ്റ് ബോക്സ് ഓഫാന്നത് തന്നെ ഓഫായതാണ് കേട്ടോ, അല്ലാതെ ഓഫാക്കിയതല്ലായിരുന്നു. അപ്പോൾ പിള്ളേരുടെ നന്ദൻ്റെ ഇന്നലെ ഒത്തിരി വീഡിയോസൊക്കെ ഞാനിങ്ങനെ ഇട്ടായിരുന്നല്ലോ, അതിലൂടെ പറ്റിയതെന്ന് തോന്നുന്നു. അപ്പം ചക്കിയും ദീപാച്ചിയും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവരൊക്കെ പോയി. അച്ചു എടാ പോവാ, ബോറ്റിസിൻ്റെ അടുത്ത് വേണോ? സ്കൂട്ടറിൽ ഇറങ്ങി മര്യാദയ്ക്ക്. അപ്പം അച്ചും ബാച്ചണ്ണനും കൂടെ അപ്പൂപ്പൻ്റെ അടുത്തോട്ട് പോകാൻ തുടങ്ങുവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇന്ന് മഴ പെയ്തേ ഇല്ല കേട്ടോ, നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. ബായ്.